ഹായ്, നമുക്ക് വെള്ളം ചേർക്കാതെ ഒരു പോർക്ക് വിന്താലും ഉണ്ടാക്കിയാലോ. പോർക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് താളിക്കാനായിട്ട് എണ്ണ ഒഴിക്കുക. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് സവാള ഇട്ട് കൊടുക്കുക. പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്തൊന്ന് വഴറ്റുക. നന്നായിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് പാടിയ ശേഷം കുറച്ചെടുത്ത് മാറ്റി വെക്കുക. ഈ മാറ്റി വെക്കുന്ന സവാള അവസാനം നമുക്ക് ചേർക്കാനുള്ളതാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് ഗ്രേവിക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മുളക് പൊടി, കടുക്, കുരുമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പട്ട, ഗ്രാമ്പ്, തക്കോലം, മുരിങ്ങാത്തൊലി, വിനാഗിരി, ഉപ്പ്, പഞ്ചസാര ഇവയെല്ലാം വെള്ളം ചേർക്കാതെ വിനാഗിരിയിൽ വേണം അരച്ചെടുക്കേണ്ടത്. ഇതിൻ്റെ അകത്തേക്ക് അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് കയ്പ്പ് വരാതിരിക്കാനാണ്. പഞ്ചസാര ഉപ്പും കൂടി ചേരുമ്പോൾ കയ്പ്പ് വരില്ല. നമുക്ക് ഈ മൂത്തിരിക്കുന്ന മസാലയിലേക്ക് ഈ അരച്ച് വെച്ചതെല്ലാം കൂടി ഇടാം. നന്നായിട്ട് വഴറ്റണം. നല്ല രീതിയിൽ തന്നെ ഇത് എണ്ണ തെളിയുന്ന വരെ വഴറ്റണം. അതിലേക്ക് ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിയിലാണ് അത് കഴുകിയെടുത്തേക്കുന്നത്. നന്നായിട്ട് സോട്ട് ചെയ്യുക. എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നന്നായിട്ട് സോട്ട് ചെയ്യണം. നന്നായി മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പോർക്ക് വേവിച്ചെടുത്തത് നമുക്കതിലേക്കിടാം. പോർക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൂട്ടണം. ചെറിയ തീയിൽ വെച്ച് വേണം ഇത് വേവിക്കാൻ. നമ്മളധികം വെള്ളം ചേർക്കുന്നില്ല. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്കിത് വഴറ്റിയെടുക്കാൻ. നടച്ചു വെക്കുക. അതിലേക്ക് വീണ്ടും ഇത്തിരി വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. ഒന്നും കൂടി ഇളക്കി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടണം. ഒന്ന് വീണ്ടും അടച്ചു വെക്കാം. അതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തിട്ട് സവാളയും വേപ്പിലയും കുരുമുളക് പൊടി, ഗരം മസാലയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം. നല്ല വെള്ളമെല്ലാം പറ്റി നല്ല കുറുകിയിട്ടുണ്ട്. നമ്മൾ പോർക്ക് മേടിക്കുമ്പോൾ എപ്പോഴും തൊലി കട്ടി കുറഞ്ഞ പോർക്ക് മേടിക്കണം. തൊലി കട്ടി കൂടിയ പോർക്കാണെങ്കിൽ ഭയങ്കര മുശിക്കായിരിക്കും. നല്ല അടിപൊളി പോർക്ക് റെഡിയായിട്ടുണ്ട്. നല്ല കുത്തരി ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.